എന്തോ ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഏതോ ഒരു പെണ്ണ് ദേവേട്ടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടു. ദേവേട്ടാ! അമ്മു ഒരലർച്ചയോടെ അവനെ വിളിച്ചു. അവളുടെ വിളി കേട്ടതും ആ പെണ്ണ് ദേവനിൽ നിന്നും അടർന്നു മാറി. ആ പെണ്ണിനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. ചേച്ചി! ശിവപ്രിയയെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. ചേച്ചി! അവളെ കണ്ടതും പ്രിയ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു. അമ്മു, മോളെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്താ ഇവിടെ? പ്രിയ അവളോട് ഓരോന്നും ചോദിച്ചോണ്ടിരുന്നു. പക്ഷെ അമ്മുവിന്റെ നോട്ടം ദേവനിലായിരുന്നു. അമ്മു, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിനക്ക് എന്നോട് ദേഷ്യമാണോ മോളെ? ഞാൻ അന്ന് അങ്ങനെ എനിക്ക് പറ്റിപ്പോയി മോളെ. നീ ഈ ചേച്ചിയോട് ക്ഷമിക്കണം. അപ്പോഴാണ് പ്രിയ അമ്മുവിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ടത്. അമ്മു, ഇതെന്താ? നിന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു ചേച്ചി, അവൾ ദേവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി അറിഞ്ഞില്ല മോളെ, ആരും എന്നെ അറിയിച്ചില്ല. അല്ല, എങ്ങനെ അറിയിക്കും? അത്രയും വലിയ തെറ്റല്ലേ ഞാൻ എല്ലാവരോടും ചെയ്തത്. അമ്മു, എന്നിട്ട് എവിടെ? ആളെവിടെ? എൻ്റെ ഈ കുറുമ്പിയെ കിട്ടിയ ആളെ ചേച്ചി ഒന്ന് കാണട്ടെ. ആള് ചേച്ചിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അതും പറഞ്ഞ് അവള് ദേവന്റെ നേരെ വിരൽ ചൂണ്ടി. അമ്മു വിരൽ ചൂണ്ടിയിടത്തേക്ക് നോക്കിയ പ്രിയ അത് ദേവനാണെന്നറിഞ്ഞതും ഒന്ന് ഞെട്ടി. അമ്മു മോളെ, അത് ദേവേട്ടനല്ലേ? അതെ ചേച്ചി, ദേവേട്ടൻ തന്നെ. അന്ന് ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരെയും നാണം കെടുത്തി ഇറങ്ങിപ്പോയി. അന്ന് നമ്മുടെ അച്ഛനെയും അമ്മയും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. അവർ മാത്രമല്ല, ദേവേട്ടൻ്റെ വീട്ടുകാരും. അന്ന് എനിക്ക് എൻ്റെ സന്തോഷത്തേക്കാൾ വലുത് എൻ്റെ അച്ഛൻ്റെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ ദേവേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. ദേവേട്ടനും വീട്ടുകാർക്കും അതിലൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. നോ! അത്രയും കേട്ടതും പ്രിയ ഒരു അലർച്ചയായിരുന്നു. അമ്മു നീ പറഞ്ഞത് കള്ളമല്ലേ? എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? അല്ല, ദേവേട്ടൻ ഇപ്പോൾ എൻ്റെ ഭർത്താവാണ്. അത് കേട്ടതും പ്രിയ വേഗം ദേവന്റെ അടുത്തേക്ക് ചെന്നു. ദേവേട്ടാ, ഇവള് പറയുന്നത് കള്ളമല്ലേ ദേവേട്ടാ? അത്രയും കേട്ടതും പ്രിയ ഒരു അലർച്ചയായിരുന്നു. അമ്മു നീ പറഞ്ഞത് കള്ളമല്ലേ? എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? അല്ല, ദേവേട്ടൻ ഇപ്പോൾ എൻ്റെ ഭർത്താവാണ്. അത് കേട്ടതും പ്രിയ വേഗം ദേവന്റെ അടുത്തേക്ക് ചെന്നു. ദേവേട്ടാ, ഇവള് പറയുന്നത് കള്ളമല്ലേ ദേവേട്ടാ? അമ്മു മോളെ, എനിക്കറിയാം ദേവേട്ടന് ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്. മോൾ എനിക്ക് എൻ്റെ ദേവേട്ടനെ തിരികെ വേണം. അതും പറഞ്ഞ് അവൾ അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, ചേച്ചിക്ക് അന്നൊരു തെറ്റു പറ്റിയതാ. ആ വിനീത് എന്നെ ചതിക്കുകയായിരുന്നു. അവന് വേറെ ഭാര്യയും കുഞ്ഞുമുണ്ട്. അവനെ ചതിക്കുകയായിരുന്നു മോളെ. അന്ന് ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് വളരെ വൈകിയാണ് അവൻ്റെ സ്വഭാവം മനസ്സിലായത്. അവൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതാ ഞാൻ. അപ്പോഴാണ് ദേവേട്ടൻ ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ നിന്നെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല മോളെ. ചേച്ചിക്ക് എൻ്റെ ദേവേട്ടനെ വേണം. പ്രിയ അത്രയും പറഞ്ഞതും അമ്മു മുറിയിൽ കയറി വാതിലടച്ചു. തലയണിയിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ദേവേട്ടനും ചേച്ചി ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഇത്രയുമൊക്കെ ചേച്ചി പറഞ്ഞിട്ടും ദേവേട്ടൻ ഒന്നും മിണ്ടാതെ നിന്നത്. ഞാനാണ് വീട്ടിൽ. ദേവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് കരുതി. പക്ഷെ അവൾക്ക് കണ്ണുനീരിനെ തടയാനായില്ല. അവൾ വീണ്ടും കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ദേവൻ വന്ന് അവളെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല. എൻ്റെ കൃഷ്ണ, ഇനി ഈ പെണ്ണിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അല്ലെങ്കിൽ തന്നെ രാവിലെ ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായതാണ്. അതിനിടയിലാണ് പ്രിയ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. എന്തായാലും അവൾ കുറച്ചു നേരം അതിനകത്തിരിക്കട്ടെ. എന്തായാലും പുറത്തേക്ക് വരാതിരിക്കില്ലല്ലോ. അപ്പോൾ കയ്യോടെ പിടിക്കാം. അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി. പ്രിയ, എന്തായി? നമ്മുടെ പ്ലാൻ വല്ലതും വർക്കൗട്ട് ആവുമോ? വിനു, നീ വെറുതെ ടെൻഷൻ ആവണ്ട. നമ്മുടെ പ്ലാൻ ഏറ്റിട്ടുണ്ട്. അവൾ ശിഖ ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കും. പ്രിയ, അവൾക്ക് വല്ല സംശയം തോന്നി കാണുമോ? അതിന് വഴിയില്ല. അത്രയ്ക്ക് നല്ല അഭിനയമാണ് ഞാൻ അവിടെ കാഴ്ചവെച്ചത്. ശിഖയെ എനിക്ക് നന്നായി അറിയാം. അവളോട് എങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എന്നേക്കാൾ നന്നായി വേറെ ആർക്കറിയാം. എന്നും അവളോടൊപ്പം കളിച്ച് നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അവളോടുള്ള പക കത്തി ജ്വലിക്കുകയായിരുന്നു. അവൾ കാരണമാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നഷ്ടമായത്. എവിടെ നിന്നോ വലിഞ്ഞേറിയൊന്ന് എനിക്കുള്ളതെല്ലാം അവൾ തട്ടിയെടുത്തു.
ആദ്യമൊക്കെ ഞാൻ അവളോട് ദേഷ്യം കാണിച്ചപ്പോൾ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതിൽ പിന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്, അല്ല അങ്ങനെ അഭിനയിച്ചത്. അവളോടൊപ്പം സ്നേഹത്തോടെ നടക്കുമ്പോഴും എനിക്കവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. പ്രിയ, ഇപ്പോഴും നിന്റെ അച്ഛൻ അറിയില്ലേ അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന്? ഇല്ല വിനു, അച്ഛനറിയില്ല. ഒരിക്കൽ തൃശ്ശൂർ പോയി വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ അവളും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 വയസ്സുണ്ടായിരുന്നു അന്ന് അവൾക്ക്. അച്ഛന് രാത്രി റോഡിൽ നിന്ന് കിട്ടിയതാണ് അവളെ. അച്ഛൻ അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെങ്കിലും അവളുടെ വീട്ടുകാരെക്കുറിച്ച് ഒരറിവും കിട്ടിയില്ല. അങ്ങനെയാണ് അച്ഛൻ അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അന്ന് തുടങ്ങിയതാ എൻ്റെ ശനിദശ. അവൾ വന്നതോടുകൂടി എന്നെ ആരും നോക്കാതെയായി. ഞാൻ വളരുന്നതിനൊപ്പം എനിക്ക് അവളോടുള്ള വെറുപ്പും പകയും കൂടിക്കൂടി വന്നു. അവൾ വന്നതിൽ പിന്നെ അച്ഛൻ എനിക്കായി ഒന്നും വാങ്ങിക്കൊണ്ടുവരാതെയായി. എന്തു വാങ്ങിയാലും അവൾക്കും വാങ്ങും. ചിലപ്പോൾ എനിക്ക് തരുന്നതിനേക്കാൾ നല്ലതായിരിക്കും അവൾക്കും. ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് അവൾക്ക് ആരും ഇല്ലാത്തതല്ലേ, അവൾ നമ്മളുടെ ആരുമല്ലെന്ന്. അവൾ ഒരിക്കലും അറിയരുത്, ഒരു കാര്യത്തിനും അവളെ മാറ്റി നിർത്തരുത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പക്ഷേ അവളോട് സ്നേഹം നടിച്ച് എന്നെക്കൊണ്ട് ആവും വിധത്തിൽ അവൾക്കിട്ട് ഞാൻ പണി കൊടുത്തോണ്ടിരുന്നു. പ്രിയ, നിന്റെ അച്ഛനാണോ അവൾക്ക് ശിഖ എന്ന് പേരിട്ടത്? ഏയ് അല്ല വിനു, അതവളുടെ യഥാർത്ഥ പേര് തന്നെയാണ്. അവളെ അച്ഛന് കിട്ടിയപ്പോൾ അവളുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം ഉണ്ടായിരുന്നു. അതിൽ ശിഖ എന്ന് പേര് കൊത്തിയിരുന്നു. അതുകൊണ്ട് അച്ഛനത് തന്നെ വിളിച്ചു. ഇനി എന്താ നിന്റെ അടുത്ത പ്ലാൻ? നമുക്ക് നോക്കാം വിനു. ഇന്ന് ഞാൻ അവൾക്ക് കൊടുത്ത ഡോസ് എത്രത്തോളം ഏറ്റു എന്ന് നോക്കണം. എന്നിട്ട് അടുത്ത പണി പ്ലാൻ ചെയ്യാം. എന്തായാലും ഞാൻ അവളെ അങ്ങനെ സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ല. അവൾക്ക് എല്ലാം നഷ്ടപ്പെടണം. ആദ്യം അവൾക്ക് ആ ദേവനെ തന്നെ നഷ്ടമാകണം. അവൾക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്. അതെനിക്ക് അവളുടെ കണ്ണിൽ നിന്ന് മനസ്സിലായി. ദേവനും അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. അതും പറഞ്ഞ് അവൾ ഗൂഢമായി ചിരിച്ചു. ഇവൾ കുറേ നേരമായല്ലോ അകത്ത് കയറി വാതിലടച്ചിട്ട്. ഇത്രയും നേരമായിട്ട് പുറത്തേക്കും വന്നിട്ടില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. അതും പറഞ്ഞ് അവൻ അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ശിഖ, ശിഖ, വാതിൽ തുറക്ക. നീ അകത്ത് എന്തെടുക്കുക? വാതിൽ തുറക്കാൻ. എനിക്ക് നിന്നോട് സംസാരിക്കണുണ്ട്. ശിഖ, വാതിൽ തുറക്കാനാ പറഞ്ഞത്. അവൻ എത്ര വിളിച്ചിട്ടും അവൾ വാതിൽ തുറന്നില്ല. ഇവൾ അകത്ത് എന്തെടുക്കുക? ഇവൾ എന്താ വാതിൽ തുറക്കാത്തത്? ശിഖ! അവൻ വീണ്ടും വാതിലിൽ തട്ടി വിളിച്ചു. ഇല്ല, ഇനി ഇങ്ങനെ കടന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അവൾ വാതിൽ തുറക്കില്ല. ഇനി അവൾ എന്തെങ്കിലും കടുങ്കൈ? ഇല്ല, അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. അതും പറഞ്ഞ് അവൻ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ വാതിൽ തുറന്നു.